ഇനി നാർസിസത്തിൻ്റെ 4 സ്റ്റേജുകളെ കുറിച്ചായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. 4 സ്റ്റേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ സ്റ്റേജ് ലവ് ബോംബിങ് സ്റ്റേജ്. നിങ്ങൾ ഓർത്താൽ മതി, നിങ്ങളോട് ഭയങ്കര നൈസായിട്ട് ഈ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിൽ വരേണ്ടിയിരുന്ന ഒരാളാണെന്ന് തോന്നുന്ന രീതിയിൽ അത്രയും നിങ്ങളുടെ പ്രശ്നങ്ങളോടൊക്കെ ഇടപെട്ട് നിങ്ങളോട് അത്രയും നൈസായിട്ട് കാണിക്കുന്ന ആ സ്റ്റേജിനെ പറയുന്ന പേരാണ് ലവ് ബോംബിങ്. ആ സ്റ്റേജിൽ അവർ വിചാരിക്കുന്നത് അവർ മൈൻഡിൽ കണ്ട ഒരാളായിരിക്കും നിങ്ങൾ. അവർ എത്രത്തോളം മൈൻഡിൽ നിങ്ങൾ കാണുമ്പോൾ ഐഡിയലൈസ് ചെയ്ത് വെക്കും, ഇത്രയും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ എല്ലാ രീതിയിലും. അതാണ് ഫസ്റ്റത്തെ സ്റ്റേജ്, ലവ് ബോംബിങ്. റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജ് ഡിസ്കാർഡ് സ്റ്റേജ് ആണ്. ഈ ഡിസ്കാർഡ് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നേക്കായിട്ട് പോകുന്ന അർത്ഥമില്ല കേട്ടോ. കുറേ നാൾ ഇവർ ഡിസ്കാർഡ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളെ അവർ അപ്രോച്ച് ചെയ്യും, ആ സൈക്കിൾ ബിഗിൻ ചെയ്യും, പിന്നെ ലവ് ബോംബിങ് സ്റ്റേജ് അങ്ങനെ വന്ന് ലാസ്റ്റ് വീണ്ടും ഡിസ്കാർഡ് ചെയ്യും. ഡിസ്കാർഡ് സ്റ്റേജിൽ അവർ നിങ്ങളെ ലവ് ബോംബിങ് സ്റ്റേജിൽ കണ്ടില്ലേ നിങ്ങളൊരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട്, അതൊന്നും അവരുടെ മൈൻഡിൽ ഉണ്ടാവില്ല. അവർ അന്നേരം നിങ്ങളെ കാണുന്നത് ഒരു ഗുണമില്ലാത്ത ഒരാളായിട്ടായിരിക്കും നിങ്ങളെ കാണുന്നത്. അവർക്ക് ഒരേ ലക്ഷ്യം ഉണ്ടാവുള്ളൂ, നിങ്ങളെ ഒഴിവാക്കുക. കാരണം അവരുടെ ലൈഫിൽ അതിനകം കുറേ പേര് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം നിങ്ങളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ സെറ്റാക്കി വെച്ച ആളുകളൊക്കെ എടുത്തു പോകാൻ നിങ്ങളൊരു പ്രശ്നമായതുകൊണ്ട് നിങ്ങളെ ഒഴിവാക്കുന്ന സ്റ്റേജിനെ ഡിസ്കാർഡ് സ്റ്റേജ് എന്ന് പറയും. വീണ്ടും ഒരു സൈക്കിൾ ബിഗിൻ ചെയ്യുന്നു പറഞ്ഞില്ലേ, നിങ്ങളെ ഡിസ്കാർഡ് ചെയ്തിട്ട് വീണ്ടും നിങ്ങളെ അപ്രോച്ച് ചെയ്ത് പിന്നെ ലവ് ബോംബിങ് സ്റ്റേജ് വരുന്ന സമയത്ത്, ആ സമയത്ത് ഡിസ്കാർഡ് ചെയ്യുന്നത് ഇപ്പം ആരെയാണോ ഉയർത്തി നിങ്ങളെ ഡിസ്കാർഡ് ചെയ്യുമ്പോൾ ആരെയാണോ അവർ സപ്ലൈ ആയിട്ട് ഫസ്റ്റ് മെയിൻ ആയിട്ട് ഒരാളായിട്ട് വെച്ചിരിക്കുന്നില്ലേ, അവരെയായിരിക്കും